കുട്ടികൾ ദൈവത്തിന്റെ വരദാനമാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇന്ന് കുട്ടികൾ എത്ര കണ്ട് സുരക്ഷിതരാണ്. ജന്മം നൽകിയവരും ഉറ്റ ബന്ധുക്കളും പോലും കുട്ടികളെ കാമക്കണ്ണുകളോടെ നോക്കുന്നു. തരം കിട്ടിയാൽ പിഞ്ചു ശരീരങ്ങൾ കടിച്ചു കീറുന്നു. ദമ്പതിമാർക്കിടയിലുള്ള പ്രശ്നങ്ങളിലും മിക്കപ്പോഴും ഇരകളാകുന്നത് കുട്ടികളാണ്. കണ്ണൂരിൽ പിണങ്ങിപ്പോയ ഭാര്യയോടുള്ള വൈരാഗ്യം യുവാവ് തീർത്തത് പിഞ്ചുമകളെ മർദ്ദിച്ചും കൊടുവാളുയർത്തി ഭീഷണി മുഴക്കിയുമാണ്. അതിക്രൂരമായി മർദ്ദിക്കുന്ന രണ്ടാനച്ഛനെ പറ്റി ആലപ്പുഴയിലെ ഒരു 5 വയസ്സുകാരൻ സ്കൂളിലെ കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയ സംഭവമുണ്ടായി. ഞെട്ടിക്കുന്ന ആ വിഷയങ്ങളിലേക്ക് വരും മുമ്പ് കോഴിക്കോട് ബേപ്പൂരിലെ ഒരു ദുരൂഹ മരണത്തിന്റെ വാർത്ത കാണാം. പോലീസ് പട്രോളിലേക്ക് സ്വാഗതം. കോഴിക്കോട് ബേപ്പൂരിലെ ലോഡ്ജ് മുറിയിൽ കൊല്ലം സ്വദേശിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മത്സ്യബന്ധന തൊഴിലാളിയായ 58-കാരൻ സോളമനാണ് മരിച്ചത്. കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. രാത്രി ലോഡ്ജിലുണ്ടായിരുന്ന 4 പേരെ കാണാതായിട്ടുണ്ട്. അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ബേപ്പൂർ ഹാർബർ റോഡ് ജംഗ്ഷനിലെ 3 സ്റ്റാർ ലോഡ്ജിൽ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം സ്വദേശിയായ 58-കാരൻ സോളമൻ ബേപ്പൂരിൽ ബലപ്പണിക്കാരനായിരുന്നു. ഒരുമിച്ച് ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി അനീഷിന്റെ പേരിലെടുത്ത മുറിയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മുറി. രാവിലെ പുറത്തേക്ക് ചോര കണ്ട് ലോഡ്ജ് ഉടമ മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. രാത്രി തന്നെ അനീഷ് ലോഡ്ജിൽ നിന്ന് പോയതായി ഉടമ ഹംസക്കോയ പറയുന്നു. രാത്രി അനീഷ് അടക്കം 4 പേർ ചേർന്നാണ് മുറിയെടുത്തത്. ഇപ്പോൾ രാവിലെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് രാവിലെ ഡോറിൻ്റെ അടുത്ത് ബ്ലഡ് കണ്ടു. അപ്പോൾ ബ്ലഡ് എന്താ നോക്കാൻ ഡോർ തുറന്നു നോക്കിയാണ്. അപ്പോഴാണ് ഈ ബോഡി കാണുന്നത്. ബ്ലഡ് ഇവിടെ കട്ട് ചെയ്തിട്ട് ആ നിലയിലാണ്. റൂം എടുക്കുക. ഓല് വേറെ ലോഡ്ജിലുള്ള ആളാണ്. അപ്പോൾ ഓല് നല്ല നൈറ്റായിട്ട് വന്നാന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു അനീഷ എന്ന പേരിലാണ് റൂം എടുത്തത്. ഓലോട് ഒരു 4-5 ആൾക്കാരുണ്ടായിരുന്നു. ഓല് നല്ല വെക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നൈറ്റ്. കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം സോളമൻ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതെന്ന് സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. ബേപ്പൂർ SI-മാരായ MK ഷനോജ് പ്രകാശ്, M രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഫറൂഖ് ACP AM സിദ്ദിഖും സ്ഥലത്തെത്തിയിരുന്നു. കാണാതായ 4 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് ACP പറഞ്ഞു. ആള് കഴുത്തിങ്ങനെ മുറിവായ രീതിയിൽ കാണുന്നുണ്ട്. മർഡറാണെന്ന് സംശയിക്കുന്നു. ഇവിടുന്ന് കുറച്ചാളുകൾ മിസ്സിംഗ് ഉണ്ട്. അവരെ ചുറ്റിപ്പറ്റിയതാണ്. എന്താ കാരണം മനസ്സിലായി. ലോഡ്ജ് മുറിയിൽ സംഘം മദ്യപിച്ചതായി സംശയമുണ്ട്. ഒളിവിൽ പോയവരെ കണ്ടെത്തുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിക്ക് അച്ഛന്റെ ക്രൂരമർദ്ദനം. പിണങ്ങിപ്പോയ അമ്മ മടങ്ങിവരാനായി എടുത്ത പ്രാങ്ക് വീഡിയോ ആണെന്നായിരുന്നു ആദ്യം കുട്ടികളുടെ മൊഴി. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ സത്യാവസ്ഥ വ്യക്തമായതോടെ പ്രതി പ്രാപ്പോയിൽ സ്വദേശി ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടികളുടെ താൽക്കാലിക സംരക്ഷണം CWC ഏറ്റെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. ആവശ്യമായ നടപടിയെടുക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. പൊപ്രയിൽ സ്വദേശി മാമച്ചൻ എന്ന ജോസാണ് 8 വയസ്സുള്ള മകളെ ക്രൂരമായി മർദ്ദിച്ചത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം തുടങ്ങി. 12-കാരനായ മകനാണ് മർദ്ദിക്കുന്ന വീഡിയോ പകർത്തിയത്. മാസങ്ങൾക്ക് മുൻപ് പിണങ്ങിപ്പോയ അമ്മ മടങ്ങി വരാനായി എടുത്ത പ്രാങ്ക് വീഡിയോ ആണിതെന്നാണ് ആദ്യം കുട്ടികൾ പോലീസിന് മൊഴി നൽകിയത്. പോലീസ് ഇത് മുഖവിലക്കെടുത്തില്ല. വിശദമായി മൊഴിയെടുത്തപ്പോൾ ജോസ് നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. ജോസിന്
ഇതിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു. ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ DCPയെ SP ചുമതലപ്പെടുത്തി. ന്യൂസ് 18 കണ്ണൂർ. ആലപ്പുഴയിൽ രണ്ടാനച്ഛനിൽ നിന്ന് ക്രൂരമർദ്ദനമേൽക്കുന്നതായി 5 വയസ്സുകാരൻ. സ്കൂളിലെ കൗൺസിലിംഗിലാണ് കുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കുട്ടിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി പഠിക്കുന്ന ചേർത്തല ടൗൺ സ്കൂളിലെ PT അധികൃതർ ചേർത്തല പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണം നടത്താൻ ജില്ലാ ശിശു സംരക്ഷണ സമിതി ഓഫീസർക്ക് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ തരുമോ? അമ്മ വാങ്ങിച്ചു തന്നോ? അമ്മ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ പോകാം. അമ്മ തരുമോ? തരത്തില്ല. മിഠായി വാങ്ങി തരുമോ? ചേർത്തല നഗരസഭയിലെ 11ാം വാർഡിൽ നിന്നും ടൗൺ സ്കൂളിലെത്തുന്ന 5 വയസ്സുകാരനാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ സ്കൂൾ PTA അംഗങ്ങളോടും അധ്യാപകരോടും തുറന്നു പറഞ്ഞത്. രണ്ടാനച്ഛൻ റെജി തന്നെ അകാരണമായി മർദ്ദിക്കുന്നുവെന്നായിരുന്നു UKG വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ശരീരമാസകലം അടിക്കുമെന്ന് കുട്ടി വ്യക്തമാക്കുന്നു. അച്ഛനോട് നിൽക്കാൻ ഇഷ്ടമാണോ? അമ്മയുടെ കൂടെ നിൽക്കാനാണോ ഇഷ്ടം? അച്ഛനോട് നിൽക്കാൻ പേടിയാണോ? അച്ഛനെ കാണുമ്പോൾ പേടിയാണോ? ക്ലാസ്സിൽ നന്നായി ഇടപഴകിയിരുന്ന കുഞ്ഞിൽ വന്ന മാറ്റങ്ങളാണ് അധ്യാപകരുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ആവശ്യത്തിന് ഭക്ഷണമോ വൃത്തിയുള്ള വസ്ത്രങ്ങളോ ഇല്ലാതെ വന്ന കുട്ടിക്ക് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം വാഴയിലയിൽ പൊതിഞ്ഞ് സ്കൂൾ അധികൃതർ കൊടുത്തുവിടുമായിരുന്നു. മർദ്ദനത്തിന്റെ ചില സൂചനകൾ ലഭിച്ചതോടെ ചേർത്തല നഗരസഭയിലെ യൂത്ത് കോർഡിനേറ്റർ കൂടിയായ അനുപ്രിയ നടത്തിയ അന്വേഷണത്തിൽ രാത്രിയിൽ മർദ്ദനമേറ്റുള്ള കുട്ടിയുടെ നിലവിളി പതിവാണെന്ന് പരിസരവാസികൾ സ്ഥിരീകരിച്ചു. അങ്ങനെ കുട്ടിയെ മറ്റൊരാവശ്യത്തിനെന്ന് പറഞ്ഞ് സ്കൂളിലെത്തിച്ച് വിവരങ്ങൾ തേടുകയായിരുന്നു. കുട്ടിയോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിൽ വെച്ചിട്ട് കുട്ടിയുടെ രണ്ടാനച്ഛനായിട്ടുള്ള റെജി എന്ന് വിളിക്കുന്ന വ്യക്തി കുട്ടി നിരന്തരമായി അതിക്രൂരമായി ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് PTA ചേർത്തല പോലീസിൽ പരാതി നൽകി. കുട്ടിയുടെ അമ്മ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഉപജീവനം കഴിക്കുന്നത്. രണ്ടാനച്ഛൻ മദ്യപാനിയാണെന്നും കുട്ടി പറയുന്നു. മദ്യപിച്ച ശേഷം ഉപദ്രവമെന്നാണ് പരിസരവാസികളും സ്ഥിരീകരിക്കുന്നത്. ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടു. അന്വേഷണം നടത്താൻ ജില്ലാ ശിശു സംരക്ഷണ സമിതി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. പരിശോധന നടത്തി വീട്ടിൽ നിന്ന് കുട്ടിയെ അടിയന്തരമായി മാറ്റണമെങ്കിൽ നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയതായി ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. സ്വന്തം ചോരയിൽ പിറന്ന മകളെ ബലാത്സംഗം ചെയ്ത പിതാവിനെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? ആൺവർഗത്തിലുള്ളവർക്ക് മുഴുവൻ അപമാനമാണ് അങ്ങനെയൊരു അച്ഛൻ. തിരുവനന്തപുരം വർക്കലയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകളെയാണ് പിതാവ് അതിക്രൂരമായി പീഡിപ്പിച്ചത്. കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 6 വർഷങ്ങൾക്ക് മുമ്പും ഇയാൾ മകളെ പീഡിപ്പിച്ചിരുന്നെങ്കിലും സാക്ഷികൾ കൂറുമാറിയതിനാൽ അന്ന് കേസിൽ നിന്ന് വെറുതെ വിടുകയായിരുന്നു.
പഠിക്കുന്ന പെൺകുട്ടിയാണ് അച്ഛന്റെ അതിക്രൂരമായ പീഡനത്തിന് ഇരയായത്. വർക്കല താലൂക്ക് ആശുപത്രിയിൽ പോകാനെന്ന വ്യാജേനയാണ് ഇയാൾ കുട്ടിയെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആശുപത്രിയിൽ എത്തിയ ശേഷം പൊന്മുടി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെ തന്ത്രപൂർവ്വം പൊന്മുടിയിലെത്തിച്ചു. അവിടെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കുറ്റിക്കാടിനുള്ളിൽ വെച്ച് മകളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. പീഡന വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയുമെന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആകെ അവശയായിരുന്നു. തുടർന്ന് അമ്മ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. പീഡന വിവരം അറിഞ്ഞതോടെയാണ് വർക്കല ഐരൂർ പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾ മദ്യപിച്ച് മകളെയും ഭാര്യയെയും ക്രൂരമായി ഉപദ്രവിക്കുന്നത് പതിവായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 2019 മകളെ പീഡിപ്പിച്ചതിന് ഇയാൾ അറസ്റ്റിലായിരുന്നു. അന്ന് അമ്മയും ബന്ധുക്കളുമെല്ലാം കുട്ടി വെറുതെ പറയുന്നതാണെന്നാണ് കരുതിയത്. തുടർന്ന് വിചാരണാവേളയിൽ സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്ന് കോടതി പ്രതിയെ വെറുതെ വിടുകയായിരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു പോകുന്ന സംഭവം സമൂഹ മനസാക്ഷിയെ ആകെ മുറിപ്പെടുത്തിയതാണ്. കുഞ്ഞിനെ എന്തിനാണ് കൊന്നതെന്ന് കണ്ടെത്താൻ ഇനിയും പോലീസിനായിട്ടില്ല. കേസിന്റെ ചുരുളഴിക്കാൻ തീവ്ര ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന അമ്മയെയും പോക്സോ കേസിൽ പ്രതിയായ അച്ഛന്റെ ബന്ധുവിനെയും അന്വേഷണ സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. പീഡന വിവരം കുട്ടിയുടെ അമ്മ അറിഞ്ഞിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പോക്സോ കേസ് പ്രതിയെ കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊലപ്പെടുത്തും മുമ്പ് കഴിഞ്ഞ 1 വർഷമായി പിതാവിന്റെ സഹോദരൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇക്കാര്യം കുട്ടിയുടെ അമ്മ അറിഞ്ഞിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. തനിക്ക് അറിയില്ലെന്ന് അമ്മയും കുട്ടിയുടെ അമ്മ അറിഞ്ഞിട്ടില്ലെന്ന് പ്രതിയായ പിതൃ സഹോദരനും മൊഴി നൽകിയിട്ടുണ്ട്. ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഭർത്തൃ വീട്ടിലെ ഒറ്റപ്പെടലിനെ തുടർന്നാണ് മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്നാണ് അമ്മ നൽകിയ മൊഴി. കല്യാണം കഴിക്കാൻ ആലോചിച്ചിരുന്നു. രണ്ടാനമ്മയുടെ കൂടെ തന്റെ മകൾ വളരുന്നത് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഭർത്താവിന്റെ സഹോദരൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് താൻ അറിഞ്ഞിട്ടില്ല. കുട്ടി മിക്കപ്പോഴും ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. ഇടയ്ക്ക് മാത്രമാണ് തന്റെ അടുത്തേക്ക് വന്നിരുന്നതെന്നും കുട്ടിയുടെ അമ്മ പറയുന്നു. കുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച ബന്ധു തനിക്ക് കയ്യബദ്ധം പറ്റിയെന്നാണ് മൊഴി നൽകിയത്. ഇരുവരെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട കടമനിട്ടയിൽ 17-കാരിയെ പ്രണയപ്പകയിൽ തീ കൊളുത്തിക്കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കണ്ണുതടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പ്രതി സജിലിനെയാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2017 മുത്തച്ഛന് മുമ്പിൽ വെച്ചാണ് ശാരിക എന്ന പെൺകുട്ടിയെ പ്രതി ചുട്ടുകൊന്നത്. ശാരികയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. ജൂലൈ 17 ശാരികയെ പ്രതി സജിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്നത്. അയൽവാസിയായ സജിലിനൊപ്പം പെൺകുട്ടി ഇറങ്ങിച്ചെല്ലാൻ വിസമ്മതിച്ചതിനായിരുന്നു ക്രൂരമായ കൊലപാതകം. പെൺകുട്ടിയുടെ മരണമൊഴിയാണ് കേസിൽ നിർണായകമായത്.
കൃത്യത്തിന് ശേഷം പ്രതി സജിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയത് കണ്ട സാക്ഷിമൊഴികളും പ്രധാനമായിരുന്നു. കൊല നടത്തുമ്പോൾ പ്രതിക്ക് പൊള്ളലേറ്റതും പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാനായി. ജീവപര്യന്തം കഠിന തടവിന് പുറമെ 4 ലക്ഷം രൂപ പിഴയടക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പിഴത്തുക ശാരികയുടെ കുടുംബത്തിന് നൽകണമെന്നാണ് നിർദ്ദേശം. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരിശങ്കർ പ്രസാദ് പറഞ്ഞു. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് പറഞ്ഞിരിക്കുന്നത്. പിഴ ഒടുക്കാത്ത പക്ഷം അത് പ്രതിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഈടാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായക സാക്ഷി എന്ന് പറയുന്നത് മരണപ്പെട്ട ശാരികയുടെ മുത്തച്ഛൻ തന്നെയായിരുന്നു. എന്നാൽ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളതും തുടർന്ന് അദ്ദേഹത്തെ വിസ്തരിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളതാണ്. തുടർന്ന് മരണപ്പെട്ട ശാരികയുടെ ഡൈൻ ഡിക്ലറേഷൻ 32(1) എവിഡൻസ് ആക്ട് പ്രകാരമുള്ള മരണമൊഴി അത് സബ് ഇൻസ്പെക്ടറോട് കൊടുത്തത്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിനോട് കൊടുത്തതും പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ മരണമൊഴി ഉൾപ്പെടെയുള്ളവ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് വെള്ളിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി GP ജയകൃഷ്ണനാണ് കേസിൽ വിധി പറഞ്ഞത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കിയിൽ വ്യത്യസ്തമായ 2 പോക്സോ കേസുകളിൽ പ്രതികൾക്ക് കോടതി കടുത്ത ശിക്ഷ വിധിച്ചു. 7 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരനായ പ്രതിക്ക് 21.5 വർഷം കണ്ണുതടവും പിഴയുമാണ് ശിക്ഷ. തൊടുപുഴ പോക്സോ സ്പെഷ്യൽ കോടതിയാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. കട്ടപ്പനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 30 വർഷം കണ്ണുതടവും പിഴയുമാണ് ശിക്ഷ. എറണാകുളം പെരുമ്പടപ്പ് സ്വദേശി ഫെനിക്സിനെയാണ് കട്ടപ്പന പോക്സോ കോടതി ശിക്ഷിച്ചത്. ഏഴ് വയസ്സുകാരിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് പ്രതി കരിമണ്ണൂർ സ്വദേശി KC പ്രദീപിനെ 21 വർഷവും 6 മാസം കഠിന തടവിനും 1,35,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയെന്നതിനാൽ 7 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതി. തൊടുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി ആഷ് കെ ബാലാണ് ശിക്ഷ വിധിച്ചത്. ഇപ്പോൾ കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ ഡ്രൈവറാണ് പ്രതി. 2020 ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം. അന്ന് പ്രതി ഇളംദേശം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലെ ജീവനക്കാരനായിരുന്നു. കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. എറണാകുളം പെരുമ്പടപ്പ് സ്വദേശി ഫെനിക്സ് എന്ന 40-കാരനെയാണ് കട്ടപ്പന പോക്സോ കോടതി ശിക്ഷിച്ചത്. പോക്സോ വകുപ്പ് പ്രകാരം 20 വർഷത്തെ കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും IPC പ്രകാരം 10 വർഷത്തെ തടവിനും 30,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ ഒടുക്കിയില്ലെങ്കിൽ 2.5 വർഷത്തെ കഠിന തടവ് കൂടി അനുഭവിക്കണം. 2014 കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കട്ടപ്പന പോലീസ് ഇൻസ്പെക്ടറായിരുന്ന റജിയം കുന്നിപ്പറമ്പനാണ് കേസ് അന്വേഷിച്ചത്. കേസിന്റെ വിചാരണ വേളയിൽ ഫെനിക്സ് ഒളിവിലായിരുന്നു. പിന്നീട് മറ്റൊരു കേസിൽ അറസ്റ്റിലായി. ഇതോടെയാണ് വീണ്ടും വിചാരണ തുടങ്ങിയത്. ന്യൂസ് 18 ഇടുക്കി. റാപ്പർ ഡബ്സി എന്ന മുഹമ്മദ് ഫാസിലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് മലപ്പുറം ചങ്ങരംകുളം പോലീസ് ഡബ്സിയെ അറസ്റ്റ് ചെയ്തത്. ഡബ്സിക്കൊപ്പം 3 സുഹൃത്തുക്കളും അറസ്റ്റിലായിരുന്നു. കടം നൽകിയ പണം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയെന്നാണ് ഡബ്സിക്കെതിരെയുള്ള പരാതി. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. കാഞ്ഞൂർ സ്വദേശി ബാസിലിന്റെയും പിതാവിന്റെയും പരാതിയിൽ ചങ്ങരംകുളം പോലീസ് ഡബ്സിയെയും 3 സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് അറസ്റ്റ്. കടം നൽകിയ പണം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയെന്നാണ് ഡബ്സിക്കെതിരെ ലഭിച്ച പരാതി. ഈ വർഷം ജനുവരിയിൽ 1 വർഷത്തേക്ക് കരിയറിൽ നിന്ന് ഇടവേള എടുക്കുന്നതായി ഡബ്സി പ്രഖ്യാപിച്ചിരുന്നു. കരിയറിന്റെ വളർച്ചയിലും ക്രിയേറ്റിവിറ്റിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് ഇത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറെ ആരാധകരുള്ള റാപ്പറാണ് ഡബ്സി എന്ന മുഹമ്മദ് ഫാസിൽ. ന്യൂസ്
ന്യൂസ് 18 തിരൂർ. ഒരിടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. എറണാകുളം വൈറ്റിലയിലെ ബാറിലാണ് ഒടുവിലത്തെ സംഭവം. ബാർ ജീവനക്കാരനെ ഗുണ്ടാസംഘം ക്രൂരമായി മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തുവന്നു. തീവ്രവാദ കേസിലെ പ്രതി ഫിറോസിന്റെ കൂട്ടാളികളാണ് ആക്രമണം നടത്തിയത്. വൈറ്റിലയിലെ ബാറിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഗുണ്ട ആക്രമണം. ബാറിലെ ജീവനക്കാരനെ ഗുണ്ടാസംഘം ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഇരു കൂട്ടരും തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതും പൊടുന്നനെ ഗുണ്ടകൾ ജീവനക്കാരനെ ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കളമശ്ശേരി സ്വദേശികളായ സുനീർ, നഹാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. BJ പാർട്ടിക്കിടെ യുവതിയോട് മോശമായി പെരുമാറി എന്നാരോപിച്ചാണ് ആക്രമണമെന്ന് പറയപ്പെടുന്നു. അതേസമയം സംഭവത്തിൽ ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നാണ് വിവരം. തീവ്രവാദ കേസിലെ പ്രതി ഫിറോസിന്റെ കൂട്ടാളികളാണ് നഹാസും സുനീറും. തൃക്കാക്കരയിൽ ഫ്ളാറ്റിൽ നിന്ന് ലഹരി പിടിച്ചെടുത്ത കേസിലും ഇവർ പ്രതികളാണ്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. പണമിടപാട് സ്ഥാപന ഉടമയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ മുൻ പോലീസുകാരി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. പഴനിയിലെ പണമിടപാട് സ്ഥാപന ഉടമയായ സുകുമാറിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച റാണി ചിത്ര, നാരായൺ, ദുർഗാരാജ് എന്നിവരെയാണ് പഴനി പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴനിയിലെ പണമിടപാട് സ്ഥാപന ഉടമയായ സുകുമാറിൽ നിന്നാണ് പ്രതികൾ പണം തട്ടാൻ ശ്രമിച്ചത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥ റാണി ചിത്രയുമായി അടുത്തിടപഴകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. സുകുമാറിന്റെ പരാതിയിൽ നാരായൺ, ദുർഗരാജ് എന്നിവരെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചു. തുടർന്ന് റാണി ചിത്രയെയും അറസ്റ്റ് ചെയ്തു. റാണിയുടെ ഫോണിൽ നിന്ന് നിരവധി ഭീഷണി സന്ദേശങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്താനായി ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. നാണക്കേട് ഭയന്നാണ് പലരും പരാതി നൽകാഞ്ഞതെന്ന് പോലീസ് പറയുന്നു. റാണി ചിത്ര പോലീസ് സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുകയായിരുന്നു. പിന്നീട് പ്രണയം നടിച്ച് പലരിൽ നിന്നായി പണം തട്ടുന്നതടക്കമുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. ദുർഗരാജും നാരായണും റാണി ചിത്രയെ ഉപയോഗിച്ച് പലരിൽ നിന്നായി പണം തട്ടിയിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ദുർഗരാജ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ചെന്നൈ. മദ്യപാനത്തിനിടെ ഉണ്ടാകുന്ന തർക്കങ്ങൾ മിക്കപ്പോഴും അക്രമങ്ങളിൽ കലാശിക്കുകയാണ് പതിവ്. മൂവാറ്റുപുഴയിൽ വാടക വീട്ടിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ കത്തിക്കുത്തുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ പീരുമേട് സ്വദേശി ജസ്റ്റിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സ്ത്രീയടക്കം 2 പേർ അറസ്റ്റിലായി. ഇടുക്കി വണ്ണപ്പുറം കാരിക്കുഴിയിൽ സൈമണിന്റെ ഭാര്യ രാജമ്മ, ആലുവ പവർ ഹൌസിന് സമീപം കാട്ടിപ്പറമ്പിൽ നിക്സൺ ഫ്രാൻസിസ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. മൂവാറ്റുപുഴ വാളകം അമ്പലമ്പടി ഭാഗത്ത് 1 മാസമായി രാജമ്മ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു. ജസ്റ്റിനും നിക്സണും ഇവിടെ എത്തുകയും ഒരുമിച്ച് മദ്യപിച്ച ശേഷം തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. ഇതിനിടെയാണ് ജസ്റ്റിന് കുത്തേറ്റതെന്ന് പോലീസ് പറഞ്ഞു. മദ്യപിച്ച് ബഹളം വെച്ചതാണ് തർക്കത്തിൽ കലാശിച്ചത്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI-മാരായ K. അനിൽ, ജയകുമാർ, ദിലീപ് കുമാർ, ASI-മാരായ CK മീരാൻ, ദീപമോൾ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്.
ന്യൂസ് 18 മൂവാറ്റുപുഴ. ED ഉദ്യോഗസ്ഥർ ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ ഒന്നാം പ്രതിയും ED ഉദ്യോഗസ്ഥനുമായ ശേഖർ കുമാറിന്റെ ജാമ്യഹർജി എതിർക്കാൻ വിജിലൻസ്. ഇടനിലക്കാരും ED ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. പ്രതികളുടെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും കോടതിയിൽ തെളിവാകും. ഒന്നാം പ്രതിയും ED ഉദ്യോഗസ്ഥനുമായ ശേഖർ കുമാറിനെതിരെ നിർണായക തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വിജിലൻസ്. ജാമ്യത്തിലിറങ്ങിയ 3 പ്രതികളുടെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇതിൽ നിർണായകമാകും. അന്വേഷണത്തിന് സമയമെടുക്കുമെന്നും കൃത്യമായ തുടർ നടപടി ഉണ്ടാകുമെന്നും വിജിലൻസ് മധ്യമേഖലാ SP PS ശശിധരൻ പറഞ്ഞു. ഒന്നാം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കും. തീർച്ചയായിട്ടും നമ്മൾ എതിർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടില്ലല്ലോ. ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ സൈബർ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമയമെടുക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ 4-5 ഫോണുകളുടെ സൈബർ അനാലിസിസ് മറ്റു കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. രണ്ടാം പ്രതി വിൽസൺ, മൂന്നാം പ്രതി മുകേഷ്, നാലാം പ്രതി രഞ്ജിത്ത് വാര്യർ എന്നിവരുടെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശവും പ്രധാന തെളിവായി മാറും. കേസിലെ ഒന്നാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിക്കാരനെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നും അന്വേഷണം വഴിതെറ്റിക്കാനാണ് കൈക്കൂലി ആരോപണം ഉന്നയിക്കുന്നത് എന്നതാണ് അപേക്ഷയിൽ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം നിലമ്പൂരിൽ സിനിമാ തിയേറ്ററിൽ മോഡിഫൈ ചെയ്ത കാർ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം. സംഭവത്തിൽ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാർ ഉടമയിൽ നിന്ന് പോലീസ് പിഴയും ഈടാക്കി. നിലമ്പൂർ ഫെയറിലാൻഡ് തിയേറ്ററിലാണ് സംഭവം. സിനിമാ തിയേറ്ററിന് മുമ്പിൽ മോഡിഫൈ ചെയ്ത കാർ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു. ഇതിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് നിലമ്പൂർ പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തത്. വണ്ടൂർ അയനിക്കോട് സ്വദേശിയുടേതാണ് കാർ. തിയേറ്റർ വളപ്പിനുള്ളിൽ കാർ സ്റ്റാർട്ടാക്കി നിർത്തി സൈലൻസറിനുള്ളിൽ നിന്ന് തീ തുപ്പുന്ന രീതിയിലാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. കാർ ഉടമയിൽ നിന്ന് പോലീസ് പിഴ ഈടാക്കി. മോഡിഫൈ ചെയ്ത കാർ പൂർവ്വസ്ഥിതിയിലാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് നിലമ്പൂർ CI സുനിൽ പുളിക്കൽ അറിയിച്ചു. ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുത്ത് റീൽസാക്കി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. CIയുടെ നിർദ്ദേശപ്രകാരം SI മുസ്തഫ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിവേക്, ജംഷാദ് എന്നിവരാണ് കാർ കസ്റ്റഡിയിലെടുത്ത് നിലമ്പൂർ സ്റ്റേഷനിലെത്തിച്ചത്. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ലഹരിമരുന്ന് വേട്ട തുടരുകയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 4 യുവാക്കളെ 14 ഗ്രാം MDMA-യുമായി കൊല്ലം കുണ്ടറയിൽ പോലീസ് പിടികൂടി. കടപ്പാക്കടയിലും MDMA-യുമായി 27-കാരൻ പിടിയിലായി. പാലക്കാട് മണ്ണാർക്കാട് ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി അസം സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 4 യുവാക്കളെയാണ് 14 ഗ്രാം MDMA-യുമായി കൊല്ലത്ത് പോലീസ് പിടികൂടിയത്. റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെയും കുണ്ട്ര പോലീസിന്റെയും നേതൃത്വത്തിലാണ് പ്രതികളെ പിടിച്ചത്. കുഴിയം സ്വദേശി സനീഷ്, അഞ്ചാലുമൂട് സ്വദേശി ബാബു, തേവലക്കര സ്വദേശി അഭിജിത്ത്, പന്മന സ്വദേശി അല്ലമീൻ എന്നിവരാണ് പിടിയിലായത്. സനീഷ് പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അല്ലമീൻ മുമ്പ് ലഹരി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊല്ലം കടപ്പാക്കടയിൽ എക്സൈസ് സംഘം വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കളിൽ നിന്ന് MDMA പിടികൂടിയത്. ഹരികൃഷ്ണനിൽ നിന്ന് 5 ഗ്രാം ലഹരിമരുന്നാണ് പിടികൂടിയത്. MDMA വാങ്ങി മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. സ്കൂട്ടറിൽ കഞ്ചാവ് വിൽക്കാനെത്തിയ പ്രതിയെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാല സ്വദേശി പ്രസാദാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 4 കിലോ 12 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. പാലക്കാട് മണ്ണാർക്കാട് ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി അസം സ്വദേശിയെ എക്സൈസ് പിടികൂടി. കുമരംപുത്തൂർ വട്ടമ്പലത്തു നിന്നാണ് വീട്ടിലെ മുറിയിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും കണ്ടെടുത്തത്. 15 ഗ്രാം ബ്രൗൺ ഷുഗറും 10 ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചത്. അസം സ്വദേശി മന്നാസലിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ വാടക കെട്ടിടത്തിൽ മന്നാസും കുടുംബവും 4 മാസമായി താമസിച്ചു വരികയാണ്. ഇയാൾക്ക് ലഹരി എത്തിച്ചു നൽകിയവരെക്കുറിച്ചും അന്വേഷണം തുടങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
തൊഴിൽ തട്ടിപ്പ് പോലെയോ അതിലേറെയോ വ്യാപകമായിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ തട്ടിപ്പുകൾ. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഇത്തരം തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. ബംഗളൂരുവിലുള്ള കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ്, നഴ്സിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ യുവാവ് കൊച്ചിയിൽ പിടിയിലായി. ചെങ്ങന്നൂർ സ്വദേശി മെൽജോ തോമസ് ആണ് അറസ്റ്റിലായത്. സീറ്റ് തരപ്പെടുത്തി നൽകാനായി പഠിതാക്കളിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതമാണ് ഇയാൾ വാങ്ങിയത്. പലരുടെയും സർട്ടിഫിക്കറ്റുകളും പ്രതി കൈക്കലാക്കി. നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പ്രവേശനം വാങ്ങിക്കൊടുത്ത് ചിലരെ കബളിപ്പിച്ചതായും പരാതിയുണ്ട്. വിദ്യാർത്ഥികളുടെ നിസ്സഹായത മുതലെടുക്കുന്ന ഇത്തരക്കാർക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കണം. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.